എന്തുകൊണ്ടാണ് മഹാഭാരത കഥ ഇത്രയും ജനപ്രിയമായിരിക്കുന്നത്? ഒരേ കുടുംബം രണ്ടായി തിരിഞ്ഞ് ബന്ധുക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കഥ അതിൽ ഉള്ളതുകൊണ്ടുകൂടിയാകണം. എന്തുകൊണ്ടാണ് ഇന്ത്യ പാക് സംഘർഷത്തിന് ഇത്രയേറെ ശ്രദ്ധ കിട്ടുന്നത്? ഒരിക്കൽ ഒരുമിച്ചൊരു രാജ്യമായിരുന്നിട്ട് പിന്നീട് പിളർന്നു മാറി തർക്കിക്കുന്നത് കൊണ്ടുകൂടിയാകണം. ഒരു കാലത്ത് ഒന്നായിരുന്നവർ എന്നെങ്കിലും രണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടായാൽ പോലും അതിന് വലിയ ശ്രദ്ധ നൽകുക എന്നത് നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാകണം ഒരു കാലത്ത് ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജിച്ച ശേഷം അവർക്കിടയിൽ നടക്കുന്ന ചില്ലറ തർക്കങ്ങൾക്ക് ഇത്രയും രസം കൈവരുന്നത്. തുടങ്ങാം. തിരുവാതിർവായിലേക്ക് സ്വാഗതം. ഇവരാണ് ശരിക്കും സഹോദരങ്ങൾ. പേരിലും കൊടിയിലും കെട്ടിലും മട്ടിലുമെല്ലാം സാദൃശ്യങ്ങൾ. CPIയും CPMും തമ്മിലെ വ്യത്യാസം എന്തെന്നറിയണമെങ്കിൽ ആരെങ്കിലും വന്ന് വിശദീകരിക്കണം. കണ്ണുകെട്ടി ഈ രണ്ട് പാർട്ടികളിൽ ഏതിൻ്റെയെങ്കിലും ഓഫീസിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ഏത് പാർട്ടിയുടെ ഓഫീസാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടും. ഇങ്ങനെ അത് താനല്ലയോ ഇത് എന്നൊരാശങ്ക ആർക്കും വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പാർട്ടികളുടെ നേതാക്കൾ ഒരു കളി കളിക്കും. ഒരു അണ്ണനും തമ്പിയും കളി. ഒരുത്തൻ അണ്ണൻ, മറ്റവൻ തമ്പി. അണ്ണനും കൊള്ള തമ്പിയും കൊള്ള, രണ്ടും വിഷസർപ്പങ്ങളാണ്. വിഷസർപ്പങ്ങളല്ല, ഇരുതല സർപ്പങ്ങൾ. ഇത്രയും തലതെറിച്ച പിള്ളേർ ഈ നാട്ടിൽ വേറെ ഇല്ല. ഒരേ ചോരയാണെങ്കിലും ഇവന്മാര് നേർക്കുനേരിൽ കണ്ടാൽ പിന്നെ യുദ്ധമാണ്. ചന്ദ്രപ്പനുള്ള ഒരു പ്രശ്നവും കുറച്ചു കാലം കേരളത്തിന്റെ സജീവ പ്രശ്നങ്ങളിൽ ഉണ്ടായിട്ടില്ല. ദേശീയ തലത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഞാൻ ഈ കേരളത്തിൽ ഇല്ലാതിരുന്നപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് 3 പ്രാവശ്യം MP ആയിട്ടുണ്ട്. കേരളത്തിൽ അത്രയൊക്കെ ഉള്ളൊരു ബന്ധവും അറിവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 8-10 വർഷക്കാലം കേരളത്തിലെ കിസാൻ സഭയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല അതെന്താണെന്ന്. ഈ കേരളത്തിലെ യുവജന ഫെഡറേഷൻ്റെ ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്ന നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ വിജയനെയുമൊക്കെ എനിക്ക് പരിചയപ്പെടുന്നത് ആ പ്രവർത്തന കാലത്താണ്. അതൊക്കെ ഇപ്പോൾ വിജയനൊന്നും മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ തമ്മിൽ തല്ലുന്ന കൂടപ്പറപ്പുകളെ ഭൂമിയിൽ ഒരിടത്തും അറിയില്ല. കോൺഗ്രസ് ഏത് തരത്തിലുള്ളൊരു പാർട്ടിയാണ് എന്ന് ഞങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്, CPIയും വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അല്പം വ്യത്യസ്തതയുള്ള മട്ടിലാണ് ചന്ദ്രപ്പൻ്റെ സംസാരം നിങ്ങൾ ചിലർ റിപ്പോർട്ട് ചെയ്ത് കണ്ടത്. സന്നിഗ്ധമായ സന്ദർഭങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുമായി യോജിച്ചപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല യോജിച്ചത്. CPMും CPIയും ഒരുമിച്ച് നിന്ന് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങൾ വന്നാൽ അത് ഒരു കുടിപ്പക പോലെയോ അങ്ങനെയൊന്നുമല്ല. അതാണ് CPIയും CPMും തർക്കിച്ചു തുടങ്ങിയാൽ തർക്കം കോൺഗ്രസിൽ ചെന്നെത്തും. പരസ്പരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഇരുവർക്കും തർക്കമില്ല. മൂന്നാമതൊരാളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലാണ് തർക്കം. പിളർപ്പ് മുതൽ ഇങ്ങോട്ട് ഇരുവരും തമ്മിൽ പ്രധാനമായി തർക്കിച്ചതെല്ലാം കോൺഗ്രസ് കാരണമായിരുന്നു. ജനനം എന്നാണ് എന്നതിന്റെ തർക്കം കഴിഞ്ഞാൽ പിന്നെ ഇരുവരും തമ്മിലെ പ്രധാന തർക്കം അതാണ്. ഇവന്മാരുടെ ജനനത്തിന് 1.5 മിനിറ്റിന്റെ വ്യത്യാസം ഉള്ളെങ്കിലും രണ്ടും 2 നക്ഷത്രങ്ങളാ, 2 ഗണങ്ങളാ. ഒന്ന് ദേവനും മറ്റൊന്ന് അസുരൻ. അതുകൊണ്ട് തന്നെ ഇവർ ആയുഷ്കാലം മുഴുവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. കോൺഗ്രസ് ഇന്ന് രാജ്യത്തിലെ വൻകിട ബൂർഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള ബൂർഷ്വാ ഭൂവുടമ വർഗത്തിന്റെ ഒരു പാർട്ടിയാണ്. ഒരു ഇടതുപക്ഷ ജനാധിപത്യ ബദൽ സൃഷ്ടിക്കണമെങ്കിൽ അനുപേക്ഷണീയമായ ഒരു ഘടകമാണ് ജനാധിപത്യ പാർട്ടികളുമായിട്ടുള്ള സഹകരണം. അങ്ങനെ ഒരു ബദലുണ്ടാകൂ. ഇവിടെ ആ കോൺഗ്രസും കൂടി ചേർന്നുള്ള വിപ്ലവം ഇന്ത്യയിൽ നടക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് വിപ്ലവമാണ്? ഒന്ന്, ബാങ്ക് നാഷണലൈസേഷൻ, പ്രിവി പേഴ്സ് അവസാനിപ്പിക്കുക. ഇന്ദിരാഗാന്ധി എടുത്ത നടപടികളാണ്. ആ നടപടി കോൺഗ്രസിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി. സിൻഡിക്കേറ്റ് കോൺഗ്രസിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു. നിജലിംഗപ്പയുടെയും കാമരാജിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ. കോൺഗ്രസിൻ്റെ ആദ്യത്തെ മൈനോറിറ്റി മിനിസ്ട്രി ആയിരുന്നു അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭ. ആ മൈനോറിറ്റി മന്ത്രിസഭയെ നിലനിർത്തിയില്ലെങ്കിൽ ഈ നിയമങ്ങളൊന്നും പാസ്സാക്കാൻ കഴിയില്ല എന്നൊരു രാഷ്ട്രീയ സ്ഥിതി വന്നപ്പോൾ വലിയ വിശകലനങ്ങൾക്കൊന്നും നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ രാഷ്ട്രീയ സ്ഥിതിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം
എന്ന് തീരുമാനിക്കാൻ മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നു. അദ്ദേഹം കാര്യങ്ങളെക്കുറിച്ച് നല്ല അവഗാഹമുള്ള ഒരാളാണ്. അങ്ങനെ ഒരിക്കലും പറയാനിടയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എസ്.എ. ഡാംഗെ നയിക്കുന്ന CPI, അതിൻ്റെ നേതാക്കന്മാർ ഭൂപേഷ് ഗുപ്തയും ഇന്ദ്രജിത് ഗുപ്തയുമായിരുന്നു. മറ്റേത് EMSൻ്റെ നേതൃത്വത്തിലുള്ള CPM, അതിൻ്റെ ലോക്സഭയിലെ അപ്പോഴത്തെ നേതാവ് AKG ആയിരുന്നു. അവരൊരുമിച്ച് തീരുമാനിച്ചു ആ കോൺഗ്രസ് നയിക്കുന്ന മന്ത്രിസഭയെ പിന്തുണയ്ക്കാൻ. പക്ഷേ വൻകിട ബൂർഷ്വാസിയുടെ നേതൃത്വത്തിലുള്ള ബൂർഷ്വാ ഭൂടമ ഗവൺമെന്റിന്റെ ബൂർഷ്വാ ഭൂടമ വർഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയുമായി ചേർന്നുകൊണ്ട് എന്ത് വിപ്ലവം ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നടത്താൻ പറ്റും? കഴിഞ്ഞ UPA സർക്കാർ ഭൂരിപക്ഷമില്ല. ആ സർക്കാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷം പിന്തുണച്ചാൽ അതിന് ഭൂരിപക്ഷം ഉണ്ടാകും. ഭൂരിപക്ഷം അതിനുണ്ടായില്ലെങ്കിൽ ഒന്നുകിൽ ഒരു പൊതു തിരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഏത് വിക്രമത്തിൽ കൂടിയും NDA തിരിച്ചധികാരത്തിൽ വരുന്നു. ഞങ്ങൾ കണക്കാക്കുന്നത് NDA അന്ന് അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്ത്യ ക്രമേണ കൂടുതൽ പിന്തിരിപ്പൻ മാർഗങ്ങളിലൂടെ ഫാസിസത്തിലേക്ക് പോകും. സംഘ് പരിവാറായിരിക്കും പിന്നെ ഇവിടെ സംഹാര താണ്ഡവം നടത്തുക. ആ സന്ദർഭത്തിൽ വളരെ ആലോചന അപ്പോഴും വേണ്ടി വന്നില്ല. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മറ്റിടതുപക്ഷങ്ങളും ഒരുമിച്ച് നിന്ന് തീരുമാനിച്ചു UPA ഗവൺമെന്റിനെ പിന്തുണയ്ക്കാൻ. സഖാവ് ചന്ദ്രപ്പൻ അങ്ങനെ പറയാനിടയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല അവഗാഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ ഒരിക്കലും ചേരില്ല. പല അനുഭവങ്ങളിലൂടെ നമുക്കത് ഇപ്പൊ തന്നെ